ഹലോ മക്കളെ, പരീക്ഷയിൽ നമ്മൾ നിരന്തരം കാണുന്ന ഒരു ചോദ്യമാണ് ഉപന്യാസം എങ്ങനെ എഴുതാമെന്ന് പറയുന്ന എസ്സേ ചോദ്യം. 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉപന്യാസം എഴുതേണ്ടത്? ഉപന്യാസം എഴുതുമ്പോൾ പ്രധാനമായും 3 ഘടനകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ആമുഖം, പ്രതിപാദ്യം, അതായത് വിഷയവിശകലനം, അവസാനത്തേത് ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷൻ. ഇത് 3ഉം നമ്മൾ പ്രധാനപ്പെട്ടതാണ്. ആ 3ഉം പ്രധാനമായും എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 6 മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആമുഖത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആമുഖം എന്ന് പറയുന്നത് എന്താണോ നമുക്ക് തന്നിരിക്കുന്ന വിഷയം അതിനെ പരിചയപ്പെടുത്തുകയാണ്. കവിയെക്കുറിച്ച്, കൃതിയെക്കുറിച്ചൊക്കെ നമ്മൾ എവിടെ സൂചിപ്പിക്കണം? ആമുഖത്തിൽ സൂചിപ്പിക്കണം. വിഷയ വിശകലനം രണ്ടാമത്തെ ഘടനയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത്? എന്തൊക്കെയാണോ നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അതിനെ ഖണ്ഡികകൾ തിരിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അതുമായി ബന്ധപ്പെടുന്ന കവിവാക്യങ്ങൾ, സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് എവിടെ എഴുതാം? പ്രതിപാദ്യ വിഷയത്തിൽ എഴുതാം. മൂന്നാമത്തേത് കൺക്ലൂഷനാണ്, ഉപസംഹാരം എന്ന് പറയും. അവിടെ നമ്മളുടെ അഭിപ്രായം, അഭിപ്രായത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. നമ്മളുടെ കാഴ്ചപ്പാടുകൾ, നമുക്ക് പ്രതീക്ഷാസൂചകമായിട്ടുള്ള രീതിയിലുള്ള ഒരു കൺക്ലൂഷനൊക്കെയാണ് നമ്മൾ അവസാനം എഴുതാൻ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് 6 മാർക്ക് ഉപന്യാസത്തിന് കിട്ടും.